നല്ല പെർഫെക്റ്റ് നെയ്ച്ചോറും ബീഫ് കറിയായിട്ട് തന്നെ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫ്ന. ഞാൻ ഇന്നൊരു ഔട്ട്ഡോർ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റേഷൻ അരി വെച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി വെച്ചുണ്ടാക്കുന്ന അതേ ടേസ്റ്റിലൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നെയ്ച്ചോറും ബീഫ് കറിയും. നമുക്ക് പ്രിപ്പറേഷൻസിലോട്ട് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ നാടാണ് കേട്ടോ. ഫുൾ റബ്ബറും തോട്ടങ്ങളും മലകളും പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ തോടുകളൊക്കെ ഉണ്ട്. നമുക്കതിനെ തീ കത്തിക്കാം. ആദ്യം തന്നെ നമുക്ക് പാത്രം അടുപ്പിലോട്ട് വയ്ക്കാം. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് പട്ട ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. റേഷൻ അരിയാണേ, 1 കിലോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്ക്കകത്ത് ഈ അരി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വറുത്തെടുക്കാന്ന് വേണേ പറയാം. നല്ലപോലെ നെയ്ക്കകത്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ചോറാവുമ്പോഴത്തേക്ക് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കാം കറിക്കുള്ളത്. നമുക്ക് ചോറ് വെന്തോ നോക്കാം. 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അതെ, ചോറിലെ വെള്ളം എല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഉള്ളു. റേഷനരിയാന്ന് കണ്ടാൽ പറയില്ല, കുഴഞ്ഞിട്ടില്ല, നല്ല പോലെ ആയി വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഗ്രാമ്പൂൻ്റെയൊക്കെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഈ മസാലയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടത് കേട്ടോ. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിടാം ഇതിലേക്ക്. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്കിനി കറി വയ്ക്കാം. അതിനു മുമ്പ് നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമായ സവാള, നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കോരി മാറ്റാം. നമുക്ക് കുറച്ച് സവാള വറുത്തെടുക്കാം. സവാള വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയോടെ വറുത്തെടുക്കാം. ഇനി നമ്മൾ വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചോറിന് മുകളിൽ ഇട്ടിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്.
നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ 2 തണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇത് നമുക്ക് ഈ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് ബീഫിലെ വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. നമുക്കിനി ഈ ബീഫ് വേവാൻ ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി നമ്മുടെ കറി ആയോന്നൊന്ന് നോക്കാം. കറി പറ്റി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്കിനി ഒന്ന് നോക്കാം. നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നെയ്ച്ചോറായോ നോക്കാം. ഓവറായിട്ട് വെന്ത് പോയിട്ടില്ല. റേഷനരിയാണ്. വെന്ത് കുഴഞ്ഞിട്ടില്ല. നല്ല പോലെ ആയിട്ടുണ്ട് നമ്മുടെ നെയ്ച്ചോറ്. റേഷനരി വെച്ചുള്ള നെയ്ച്ചോറാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ബീഫ് കറിയും കൂട്ടി നെയ്ച്ചോറങ്ങ് കഴിക്കാം. നമുക്കിനി ഈ ചോറൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ ബീഫ് കറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചു നോക്കുവാണ്. എങ്ങനെയുണ്ട് ചോറ്? ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മുടെ അരി ഉണ്ടോ?
നെയ്ച്ചോറിൻ്റെ അതേ, നമ്മൾ ഈ റേഷൻ അരി വെച്ച് നെയ്ച്ചോറ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് വേവിന് എടുക്കണമെന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അതേ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനൊരു വൈബ് നമ്മളിനി എത്ര വലിയ റിസോർട്ടിൽ പോയാലും നമുക്ക് കിട്ടില്ല. നമ്മൾ തോട്ടിൻ്റെ കരയ്ക്കൊക്കെ ഇരുന്ന് കഴിക്കുവാന്ന് വെച്ചാൽ അപ്പോൾ ഈ റേഷനരി വെച്ചുള്ള നെയ്ച്ചോറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, റേഷനരിയാന്ന് പറയേ ഇല്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.